നമസ്കാരം. ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് പുതുവർഷത്തിൽ സംഖ്യാശാസ്ത്ര പ്രകാരം ആർക്കൊക്കെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് പുതുവർഷത്തെ ഒന്ന് വിലയിരുത്തി നോക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ സംഖ്യയിലും ജനിച്ചവരുടെ വിശേഷ ഫലങ്ങളെ ഒന്ന് പ്രതിപാദിക്കാം. 2025 2025 എന്ന സംഖ്യകളാണ്. 2 എന്നത് ചന്ദ്രന്റെ സംഖ്യയാണ്. അത് 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. കൂടാതെ 5 ഉണ്ട്. അത് ബുധന്റെ സംഖ്യയാണ്. 2025 ആകെത്തുക എന്നത് 9 ആണ്. 9 എന്നത് ചൊവ്വയുടെ സംഖ്യയാണ്. ചന്ദ്രനും ചൊവ്വയും ബുധനും ചേർന്ന് ആർക്കൊക്കെ നേട്ടങ്ങൾ നൽകും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പ്രതിപാദിക്കേണ്ട വിഷയം. 1, 9, 2, 5 എന്നീ തീയതികളിലൊക്കെ ജനിച്ചവർക്ക്, ഈ സംഖ്യകളൊക്കെ ജന്മസംഖ്യകളായി വരുന്നവർക്ക് 2025 ഏതായാലും നേട്ടങ്ങൾ തന്നെ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സംഖ്യകളും അനുകൂലമാണ്. പുതുവർഷത്തിൽ സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രയോജനകരമായിട്ടുള്ള വർഷം തന്നെയാണ് എന്ന് പറയാം. 9 എന്ന സംഖ്യ രൂപീകരിക്കാൻ 2ഉം 5ഉം നിർണായക ഭാഗതയും ചെലുത്തുന്നുണ്ട്. ചന്ദ്രൻ മനസ്സിന്റെ കാരഗ്രഹമാണ്. ബുധനാകട്ടെ ബുദ്ധിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ഒക്കെ കാരഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെയും ബുധന്റെയും സ്വാധീനത്താൽ രൂപപ്പെട്ട ചൊവ്വയുടെ 9 എന്ന സംഖ്യ ഊർജ്ജസ്വലമാണ്. സന്തുലിതമായിട്ടുള്ള ഊർജം നൽകുന്നതാണ്. നമുക്ക് ആദ്യം 1 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഫലത്തെ നോക്കാം. 1, 10, 19 എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് 1 ജന്മസംഖ്യയായിട്ട് വരുന്നത്. സൂര്യനാണ് 1ന്റെ ഗ്രഹം. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടുകൂടി മുന്നേറാൻ 2025 1 ജന്മസംഖ്യയായിട്ടുള്ളവരെ സഹായിക്കും. അഭിമാനം ചിലപ്പോൾ അഹങ്കാരമായി മാറിയേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുത്താൽ നല്ല വർഷം തന്നെയാണ്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കഠിന യത്നം നടത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പ്രണയകാര്യത്തിലും ആശയവിനിമയ കാര്യത്തിലും മുന്നിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 1 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് 2025 മികച്ച ഫലങ്ങൾ നൽകുന്നതാണ്. രാഷ്ട്രീയക്കാരായിട്ടുള്ളവർക്കും ഒക്കെ മികച്ച വർഷം തന്നെയാണ്. മറ്റുള്ളവരുടെ ബഹുമാനം നേടാൻ സാധിക്കും. 2ന്റെ സ്വാധീനം മൂലം ബന്ധുക്കളുമായി മികച്ച ആശയവിനിമയം നടത്താനൊക്കെ സാഹചര്യം ഉണ്ടാകും. അതേപോലെ തന്നെ സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് 2 ജന്മസംഖ്യ ഉള്ളവരുടെ ഫലത്തെ നോക്കാം. 2 ജന്മസംഖ്യ എന്നാൽ 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതി എന്നീ സംഖ്യകളിൽ ജനിച്ചവരാണ്. 2025 ചന്ദ്രന്റെ ഇരട്ടി സ്വാധീനമുണ്ട് എന്ന് തന്നെ പറയാം. 2 എന്ന സംഖ്യ 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 2 ജന്മസംഖ്യയുള്ളവർക്ക് കലാപരവും സർഗാത്മകവുമായിട്ടുള്ള കഴിവുകൾ വർദ്ധിക്കുന്ന വർഷമാണ്. എന്നാൽ അങ്ങേയറ്റം വൈകാരികമായി പെരുമാറാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ പൂർണ്ണമായി മാനിക്കുക എന്നർത്ഥം. പങ്കാളിത്ത ബിസിനസ് ഒക്കെ ചെയ്യുന്ന 2 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് അനുകൂല വർഷമാണ്. സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്ന 2 ജന്മസംഖ്യയുള്ളവർക്കും അനുകൂലമാണ്. കോടതി തർക്കമോ മറ്റു വ്യവഹാരങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ രമ്യമായി അനുകൂലമായി പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നമുക്ക് 3 ജന്മസംഖ്യയുള്ളവരുടെ പുതുവർഷത്തെ ഫലം ഒന്ന് നോക്കാം. 3 ജന്മസംഖ്യ എന്നാൽ 3-ാം തീയതി ജനിക്കുക, 12-ാം തീയതി ജനിക്കുക, 21-ാം തീയതി ജനിക്കുക, 30-ാം തീയതി ജനിക്കുക എന്നിവരാണ്. 3 ജന്മസംഖ്യ വ്യാഴത്തിന്റെ സംഖ്യയാണ്. അറിവും അനുഭവ പരിചയങ്ങളും ഒക്കെ വെച്ച് പുതുവർഷത്തിൽ 3 ജന്മസംഖ്യയുള്ളവർക്ക് മുന്നേറാൻ സാധിക്കും. അച്ചടക്കമുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ചില അരോചകമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ സംയമനത്തോടുകൂടി നേരിടുക. സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും 3 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് അനുകൂലമാണ്. പുതുവർഷം സൂര്യന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനത്താൽ അനുകൂല വർഷം തന്നെയാണ്. ഇനി 4 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഫലത്തെ നോക്കാം. 4 ജന്മസംഖ്യ എന്നാൽ 4-ാം തീയതി ജനിക്കുക, 13-ാം തീയതി ജനിക്കുക, 22-ാം തീയതി ജനിക്കുക, 31-ാം തീയതി ജനിക്കുക എന്നിവരാണ്. രാഹുവാണ് 4ന്റെ ഗ്രഹം. ആശയക്കുഴപ്പവും വഴിതെറ്റലും ഒക്കെ സാഹചര്യമുണ്ട്. അതൊക്കെ കരുതലെടുത്ത് മുന്നോട്ട് പോയാൽ 4 ജന്മസംഖ്യയുള്ളവർക്കും പുതുവർഷം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്നിരുന്നാലും വേഗത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ 4 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് പുതുവർഷത്തിൽ സാധിക്കും. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് പുതുവർഷം. നിരവധി ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കാൻ 2025 തന്നെ 4 ജന്മസംഖ്യയുള്ളവർക്ക് സാധിക്കും. സത്യസന്ധമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പക്ഷം 4 ജന്മസംഖ്യയുള്ളവർക്ക് പുതുവർഷം ഗംഭീരമാണ്. റിസ്ക്കുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട വർഷം കൂടിയാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്ന പക്ഷം തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ജന്മസംഖ്യ 5 ഉള്ളവരുടെ ഫലത്തെ നോക്കാം. 5 ജന്മസംഖ്യ എന്നാൽ
5-ാം തീയതി ജനിക്കുക, 14-ാം തീയതി ജനിക്കുക, 23-ാം തീയതി ജനിക്കുക എന്നിവരാണ്. 5 എന്നത് ബുധന്റെ സംഖ്യയാണ്. ബുധന് സ്വാധീനമുള്ള വർഷം തന്നെയാണ് 2025. ന്യായവാദം, സംവാദം, നല്ല വിവേകം ഇവയൊക്കെ 5 ജന്മസംഖ്യയുള്ളവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നതാണ്. ബുദ്ധിയും ഉണർവും അറിവിന്റെ കാര്യത്തിലുമൊക്കെ പുതുവർഷം വളരെ ഗംഭീരമാണ്. സന്തോഷം ലഭിക്കുന്ന വർഷമാണ്. എല്ലാ വിധത്തിലുള്ള പ്ലാനിംഗ് അനുസരിച്ച് തൊഴിലിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 5 ജന്മസംഖ്യയുള്ളവരുടെ സംഭാഷണ ശൈലി പുതുവർഷത്തിൽ എല്ലാവർക്കും പ്രിയങ്കരമാകും. 5 ജന്മസംഖ്യയുള്ളവർക്ക് എല്ലാ മേഖലകളിലും തിളങ്ങാനാവുന്ന വർഷമാണ് എന്ന് പറയാം. ഇനി നമുക്ക് ജന്മസംഖ്യ 6 ഉള്ളവരുടെ ഫലത്തെ നോക്കാം. ജന്മസംഖ്യ 6 എന്നാൽ 6-ാം തീയതി ജനിക്കുക, 15-ാം തീയതി ജനിക്കുക, 24-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 6 എന്നത് ശുക്രന്റെ ജന്മസംഖ്യയാണ്. ശുക്രന് അതിശയകരമായിട്ടുള്ള ഒരു ആകർഷണ ശക്തിയുള്ള ഗ്രഹമാണ്. ശുക്രന്റെ ബന്ധു കൂടിയായിട്ടുള്ള ബുധൻ 2025 ഭാഗധേയത്തിൽ നിർണായക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആകർഷണീയമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാകുന്നതിന് 6 ജന്മസംഖ്യയുള്ളവർക്ക് സാഹചര്യം ഉണ്ടാകും. കൂടാതെ ആഡംബര കാര്യങ്ങളിലും ഊർജ്ജസ്വലതയുടെ കാര്യത്തിലും ഒക്കെ പുതുവർഷത്തിൽ 6 ജന്മസംഖ്യക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സാഹിത്യത്തെയും കലകളെയും ഒക്കെ സ്നേഹിക്കാൻ പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. ആശയവിനിമയത്തിനും സാഹചര്യമുണ്ട്. എന്നാൽ മറുവശത്ത് കോപാകുലമായിട്ടുള്ള പെരുമാറ്റം നിങ്ങളെ ദുഷിപ്പിച്ചേക്കാം. സമ്പാദ്യത്തിലും അല്പം പിന്നോട്ട് പോയേക്കാം. അമിതമായിട്ടുള്ള ചെലവുകളൊക്കെ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി മുന്നേറുന്ന പക്ഷം 2025 6 ജന്മസംഖ്യയുള്ളവർക്ക് അനുകൂലമാണ്. ഇനി നമുക്ക് ജന്മസംഖ്യ 7 ഉള്ളവരുടെ ഫലത്തെ നോക്കാം. 7 ജന്മസംഖ്യ എന്നാൽ 7-ാം തീയതി ജനിക്കുക, 16-ാം തീയതി ജനിക്കുക, 25-ാം തീയതി ജനിക്കുക എന്നിവർക്കാണ്. 7 ജന്മസംഖ്യക്കാരുടെ ഗ്രഹം കേതുവാണ്. വ്യക്തിത്വം വൈവിധ്യപൂർണമാണ്. തമാശയും ചിരിയുമൊക്കെ ആസ്വദിക്കാവുന്ന വർഷമാണ്. എന്നാൽ ചില തമാശകളും ചിരിയുമൊക്കെ പുതുവർഷത്തിൽ 7 ജന്മസംഖ്യയുള്ളവരെ വേദനിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളെ മാത്രം തിരഞ്ഞെടുക്കുക, അവരുമായിട്ട് മാത്രം സഹവസിക്കുക. ജന്മസ്ഥലത്ത് നിന്ന് അകന്നു മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒരുപാട് പാഠങ്ങൾ പുതിയതായി പഠിക്കാനുള്ള സാഹചര്യം 7 ജന്മസംഖ്യയുള്ളവർക്ക് ലഭിക്കുന്ന വർഷമാണ്. ഈ വർഷം പഠിക്കുന്ന കാര്യങ്ങൾ വരും വർഷങ്ങളിൽ പ്രയോജനപ്പെട്ടേക്കാം. ഇനി നമുക്ക് 8 ജന്മസംഖ്യയുള്ളവരുടെ പുതുവർഷത്തെ ഫലത്തെ നോക്കാം. 8 ജന്മസംഖ്യ എന്നാൽ 8-ാം തീയതി ജനിക്കുക, 17-ാം തീയതി ജനിക്കുക, 26-ാം തീയതി ജനിക്കുക എന്നിവർക്കാണ്. 8 എന്നത് ശനിയുടെ സംഖ്യയാണ്. ശനിയുടെ ബന്ധുഗ്രഹമായിട്ടുള്ള ബുധൻ 2025 ഭാഗധേയത്തിൽ നിർണായക ശക്തിയാണ്. എന്നിരുന്നാലും എല്ലാ കാര്യത്തിലും ഒരു മെല്ലപ്പൊക്ക് 8 ജന്മസംഖ്യയുള്ളവർക്ക് ഉണ്ടായേക്കാം. ക്ഷീണവും അലസതയും ഒക്കെ ഉണ്ടായേക്കാം. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. എന്ത് ജോലി ചെയ്യുമ്പോഴും വളരെ ആഴത്തിൽ ചിന്തിച്ച് ചെയ്യുക. വ്യവസായികൾക്ക് ലാഭം കുറയുന്ന വർഷമാണ്. ജാഗ്രതയോടും ക്ഷമയോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾ കൈവരിക്കാൻ 8 ജന്മസംഖ്യയുള്ളവർക്കും സാധിക്കുന്ന വർഷമാണ്. ഇനി നമുക്ക് 9 ജന്മസംഖ്യ ഉള്ളവരുടെ ഫലത്തെ നോക്കാം. 9 ജന്മസംഖ്യ എന്നാൽ 9-ാം തീയതി ജനിക്കുക, 18-ാം തീയതി ജനിക്കുക, 27-ാം തീയതി ജനിക്കുക എന്നിവർക്കാണ്. 9 ജന്മസംഖ്യ ചൊവ്വയുടെ സംഖ്യയാണ്. 2025 ആകെത്തുകയും 9 ആണ്. അതുകൊണ്ട് തന്നെ 9 ജന്മസംഖ്യയുള്ളവർക്ക് അതീവ ഗുണപ്രദമായിട്ടുള്ള വർഷമാണ്. എല്ലാ കാര്യത്തിലും ഒരു ഊർജ്ജസ്വലത 9 ജന്മസംഖ്യയുള്ളവർക്ക് കൈവരിക്കാൻ സാധിക്കും. തിടുക്കം മൂലം തുടക്കത്തിലൊക്കെ അല്പം നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. എന്നിരുന്നാലും നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. എതിരാളികളോ ശത്രുക്കളോ ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അവരിലൊക്കെ വിജയം കൈവരിക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ദീർഘകാലം മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാൻ 9 ജന്മസംഖ്യയുള്ളവർക്ക് സാധിക്കും. ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഏത് ജോലിയും 9 ജന്മസംഖ്യക്കാർക്ക് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. സംഖ്യാശാസ്ത്രപ്രകാരം ഓരോരുത്തരുടെയും പുതുവർഷം 2025 എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പ്രതിപാദിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വീഡിയോകളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.